ലാസ്റ്റ് നമ്മൾ നോക്കിയത് നെറ്റ്വർക്ക് എന്താണെന്നും അതിനുപയോഗിക്കുന്ന മീഡിയ ഏതാണെന്നൊക്കെയാണ് നോക്കിയത്. ഇന്ന് നമുക്ക് വിവിധ തരത്തിലുള്ള ഡാറ്റ വിനിമയ ഉപകരണങ്ങൾ അഥവാ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കമ്പ്യൂട്ടറും വിനിമയ മാധ്യമവും തമ്മിലുള്ള ഇൻ്റർഫേസുമായിട്ട് ഒരു ഡാറ്റ വിനിമയ ഉപകരണം പ്രവർത്തിക്കുന്നു. അതായത് നമ്മൾ പറഞ്ഞ മീഡിയയും അതുപോലെ കമ്പ്യൂട്ടറിന് ഇടയ്ക്കുള്ള ഒരു ഇൻ്റർഫേസായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഡാറ്റ വിനിമയ ഉപകരണം. ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഡാറ്റ തരംഗങ്ങളെ സംപ്രേഷണം ചെയ്യുവാനും സ്വീകരിക്കുവാനും ശക്തി കൂട്ടുവാനും വിവിധ വിനിമയ മാധ്യമ ശൃംഖലകൾ ഉപയോഗിച്ച് വഴിതിരിച്ചു വിടുവാനും കഴിയുന്നു. അപ്പോൾ അതിലാദ്യത്തെ എക്സാമ്പിളാണ് NIC, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. കമ്പ്യൂട്ടർ ശൃംഖലയിലേക്ക് ഒരു കമ്പ്യൂട്ടറിനെ ബന്ധിപ്പിക്കുവാനും വിവരവിനിമയം നടത്തുവാനും പ്രാപ്തമാക്കുന്ന ഉപകരണമാണ് NIC. ഈ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് നെറ്റ്വർക്കിലേക്ക് കമ്പ്യൂട്ടറിനെ ബന്ധിപ്പിക്കുവാൻ സാധിക്കും. കമ്പ്യൂട്ടറിലും ശൃംഖലയ്ക്കും ഇടയിലുള്ള ഹാർഡ്വെയർ ഇൻ്റർഫേസ് ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഹാർഡ്വെയറുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കാർഡ്, എങ്ങനെ നെറ്റ്വർക്ക് ഉപകരണങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള ഒരു കാർഡാണ് ഇത്. ഇത് കമ്പ്യൂട്ടറിലെ പ്രത്യേക ഭാഗമായോ അല്ലെങ്കിൽ മദർ ബോർഡിൻ്റെ ഭാഗമായിട്ടോ സ്ഥാപിച്ചിരിക്കുന്നു. ഇത് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ മദർ ബോർഡിൽ ഇൻബിൽഡായിട്ടും ഉണ്ടാവും. കമ്പ്യൂട്ടർ ശൃംഖലയിലേക്ക് ഡാറ്റ സജ്ജമാക്കുവാനും അയക്കുവാനും സ്വീകരിക്കുവാനും നിയന്ത്രിക്കുവാനും NICക്ക് കഴിയും. ഡാറ്റയെ നിയന്ത്രിത രൂപത്തിലുള്ള ഘടകങ്ങളാക്കി മാറ്റുകയും പ്രോട്ടോക്കോളിന് വിധേയമായി പരിവർത്തനപ്പെടുത്തി അയക്കേണ്ട മാധ്യമങ്ങളിലേക്ക് മേൽവിലാസം തിരിച്ചറിയാനുള്ള കഴിവുണ്ടാക്കി നൽകുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ്? ഡാറ്റയെ കൺട്രോൾഡാക്കി മാറ്റിയിട്ട് ഒരു പ്രോട്ടോക്കോൾ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു റൂൾസ് ഉണ്ട്. അപ്പോൾ ആ റൂൾസിന് വിധേയമായിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഏത് മാധ്യമത്തിലേക്കാണ് അയക്കപ്പെടേണ്ട ആ ഒരു സെൻറ്ററിൻ്റെ മേൽവിലാസം ഇതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാക്കി നൽകുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് NIC കാർഡ്. ഇനി ഇതിൽ 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് NIC കാർഡും രണ്ടാമത്തത് വയർലെസ് NIC കാർഡുമാണ്. ചില NIC കാർഡുകൾ കേബിളുകൾ ഉപയോഗിച്ച് അഥവാ ഈതർനെറ്റ്, ചിലത് വൈഫൈ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. കേബിൾ ശൃംഖലയിലേക്കുള്ള ജാക്കുകളാണ് ഈതർനെറ്റ് NICയിലുള്ളത്. എന്നാൽ വയർരഹിതമായ വിനിമയത്തിന് ബിൽറ്റ്-ഇൻ ട്രാൻസ്മിറ്ററുകളും റിസീവറുകളും ആൻറ്റിനകളും വൈഫൈ NICയിൽ ഉണ്ട്. പിന്നെ NICക്ക് 1 Gbps വേഗതയിൽ ഡാറ്റ കൈമാറ്റം ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ഇതെന്താണെന്ന് ഓർക്കുക. ഹാർഡ്വെയറുകളുടെ ഇടയിൽ ഇൻ്റർനെറ്റിൽ ഒരു ഇൻ്റർഫേസായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാർഡാണ് NIC. ഈതർനെറ്റ് സംവിധാനം ഉപയോഗിച്ചും വൈഫൈ യൂസ് ചെയ്തിട്ടും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈതർനെറ്റ് ആണെങ്കിൽ അതിൽ ജാക്കുകളാണ് യൂസ് ചെയ്യുന്നത്. മറ്റേ വൈഫൈ ആണെങ്കിൽ ബിൽറ്റ്-ഇൻ ട്രാൻസ്മിറ്ററുകളും റിസീവറുകളും പിന്നെ ആൻറ്റിനകളും ഒക്കെ ഉണ്ടാകും. ഇനി അടുത്തതാണ് ഹബ്ബ്. ഈ ഒരു പാർട്ട് സ്ഥിരം PSCക്ക് ചോദിക്കുന്നതാണ്. പരീക്ഷ PYQs ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ആദ്യത്തേത് ഹബ്ബ്. ഒരു വയേർഡ് ശൃംഖലയിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറുകളെയും ഉപകരണങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹബ്ബ്. ചെറുതും ലളിതവും നിഷ്ക്രിയവും വില കുറഞ്ഞതുമായിട്ടുള്ള ഉപകരണമാണ് ഇത്. ഇപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള സംവിധാനമാണ് ഹബ്ബ് എന്ന് പറയുന്നത്. ഇത് വളരെ ചിലവ് കുറഞ്ഞതും, അതായത് നെറ്റ്വർക്ക് ഉപകരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചിലവ് കുറഞ്ഞതും ഈസി ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. കമ്പ്യൂട്ടറുകളിലെ ഹബ്ബിലെ പോർട്ട് വഴി ഈതർനെറ്റ് കേബിൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്നു. ഈതർനെറ്റ് കേബിളാണ് ഇതിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഹബ്ബിലേക്ക് വരുന്ന വിവരങ്ങളുടെ പകർപ്പുകൾ പ്രസ്തുത ശൃംഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറിലേക്കും കൈമാറുകയാണ് ഹബ്ബ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വിവരം വന്ന ആ ഒരു നെറ്റ്വർക്കിനുള്ളിലുള്ള എല്ലാ കമ്പ്യൂട്ടറിലേക്കും ഇത് ഡാറ്റ കൈമാറ്റം ചെയ്യുന്നു. അല്ലാതെ ഒരു നിശ്ചിത കമ്പ്യൂട്ടറിലേക്ക് മാത്രമായിട്ട് ഇത് അയക്കുന്നില്ല. പിന്നെന്താ, ഓരോ കമ്പ്യൂട്ടറിനും അവരവരുടെ ഡാറ്റ പാക്കറ്റുകൾ തിരിച്ചറിയാനുള്ള ബാധ്യതയുണ്ട്. എനിക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് ഇത് എനിക്കുള്ളതാണോ എന്ന് കമ്പ്യൂട്ടറാണ് തിരിച്ചറിഞ്ഞ്
അത് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഈ ഉപകരണത്തിന് അത് തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ടുള്ള കമ്പ്യൂട്ടറിന് കൊടുക്കാനുള്ള കഴിവില്ല. ഒരു കമ്പ്യൂട്ടറിനെ ഉദ്ദേശിച്ച് അയച്ച പാക്കറ്റുകൾ അവ തന്നെ സ്വീകരിക്കേണ്ടതും മറ്റ് കമ്പ്യൂട്ടറിലേക്ക് അത് തിരസ്കരിക്കേണ്ടതുമാണ്. അപ്പോൾ ഏത് കമ്പ്യൂട്ടറിനാണോ അത് കിട്ടേണ്ടത് അത് സ്വീകരിക്കണം. മറ്റ് വേണ്ടാത്ത കമ്പ്യൂട്ടറുകൾ അത് ക്യാൻസലാക്കി കൊടുക്കുകയും ചെയ്യണം. പിന്നെ കമ്പ്യൂട്ടർ ശൃംഖലയിലെ എല്ലാ ഉപകരണങ്ങളിലേക്കും എല്ലാ ഡാറ്റയും അയക്കുന്നതിനാൽ ശൃംഖല തിരക്കേറിയതായി തീരുകയും ഡാറ്റ കൈമാറ്റം ചെയ്യുവാനുള്ള ബാൻഡ്വിഡ്ത്ത് കുറയുകയും ചെയ്യുന്നത് എന്നതാണ് ഹബിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. അതായത് എല്ലായിടത്തും ഈ ഡാറ്റ അയച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങോട്ട് അയക്കുന്നു, വേണ്ടാത്ത തിരിച്ചയക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവിടെ ഭയങ്കര ഡാറ്റ ജാം ഉണ്ടാവും. അപ്പോൾ അവിടെ ഭയങ്കര ട്രാഫിക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്താണ്, വേണ്ട ആൾക്ക് കിട്ടാനുള്ള സമയം കൂടുതലെടുക്കും. അപ്പോൾ ബാൻഡ്വിഡ്ത്ത് കുറയുകയും ചെയ്യും. ഇതാണ് ഹബിൻ്റെ പോരായ്മ. ഇനി അടുത്തത് സ്വിച്ച് എന്ന് പറയുമ്പോൾ ഈ ഹബിൻ്റെ ഇത്തിരിയും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോമാണ്. അതായത് മറ്റേതിനെ തിരിച്ചറിയാനുള്ള കഴിവില്ല ആർക്കാ കൊടുക്കണ്ടേ എന്നുള്ളത്. അപ്പം അതിനെ നികത്താൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ഇത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നിരവധി കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ഒരു ശൃംഖല രൂപീകരിക്കുവാൻ ശേഷിയുള്ള നിർമ്മിത ബുദ്ധിയോട് കൂടിയ ഉപകരണമാണ് സ്വിച്ച്. ഹബിനേക്കാൾ ഉയർന്ന പ്രവർത്തന ശേഷിയുള്ള ഉപകരണമാണ് സ്വിച്ച്. കാഴ്ചയിൽ ഹബിനോട് അടുത്ത സാമ്യമുണ്ട്. എന്നാൽ സ്വിച്ച് ഡാറ്റയ്ക്ക് എത്തിച്ചേരേണ്ട ലക്ഷ്യസ്ഥാനം കൃത്യമായി ഉറപ്പുവരുത്തുകയും ഡാറ്റ പാക്കറ്റുകൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് മാത്രം അയക്കുകയും ചെയ്യുന്നു. നമ്മൾ ഹബിൽ പറഞ്ഞു എന്താണ്, ഒരു ഡാറ്റ നമ്മൾ അയച്ചാൽ ആ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറിലേക്കും ആ ഡാറ്റ അയച്ചു കൊടുക്കുന്നു. അവസാനം കിട്ടുന്ന കമ്പ്യൂട്ടറിൽ അവർക്ക് ആവശ്യമുള്ളതാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക. ഇവിടെ അങ്ങനെയല്ല. ഇതിലൊരു AI അധിഷ്ഠം, അതാണ് ഈ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ AI അധിഷ്ഠിത സംവിധാനമുണ്ട്. അതനുസരിച്ചിട്ട് ആർക്കാണോ പാക്കറ്റ് അയക്കേണ്ടത് ആ ആൾക്ക് കൃത്യമായിട്ട് ഡാറ്റ അയച്ചു കൊടുക്കുന്നു. പിന്നെ ഇത് ഹബിനെ പോലെ തന്നെ ഇരിക്കുമെങ്കിലും ഹബിനേക്കാൾ ഇത്രയും കൂടി അഡ്വാൻസ്ഡ് ആണ്. പിന്നെന്താ, ശൃംഖലയിൽ ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ ഉപകരണങ്ങളെയും വിലാസം പട്ടികയിൽ സംഭരിച്ചു വെക്കുന്നതിനാലും സ്വിച്ചിനും ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നത്. ശൃംഖലയിലെ ഒരു ഉപകരണത്തിലേക്ക് ഡാറ്റ അയക്കുവാനായി സ്വിച്ച് ഈ പാക്കറ്റിലെ വിലാസം മുൻകൂട്ടി ശേഖരിച്ച വിവരങ്ങളുമായി താരതമ്യം ചെയ്യുന്നു. വിലാസം കണ്ടെത്തിയ ലക്ഷ്യസ്ഥാനത്തുള്ള ഉപകരണത്തിലേക്ക് മാത്രം ഡാറ്റ അയക്കുന്നു. വളരെ തിരക്ക് കൂടിയ കമ്പ്യൂട്ടർ ശൃംഖലയിൽ ഹബിനേക്കാൾ നന്നായി സ്വിച്ച് പ്രവർത്തിക്കുന്നു. കാരണം വളരെ കുറഞ്ഞ അളവിൽ സന്ദേശങ്ങൾ അയക്കുന്നതിനാൽ ശൃംഖലയിൽ തിരക്കുണ്ടാവുന്നില്ല. അപ്പം എന്താ, ഇതിൽ ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ ഉപകരണങ്ങളുടെയും വിവരങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും പട്ടികയായിട്ട്. അപ്പോൾ നമുക്കൊരു പാക്കറ്റ് വരുമ്പോൾ അതിൽ ആർക്കാണ് അയക്കേണ്ടത്, എവിടെ നിന്നാണ് വന്നത്, എത്രമാത്രം അയക്കണം എന്നുള്ള ഡീറ്റെയിലൊക്കെ ആ പാക്കറ്റിലുണ്ടാവും. അപ്പോൾ അതും ഈ പട്ടികയും കൂടി ഒത്തു നോക്കി ആർക്കാണോ അയക്കേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ ഒരു കമ്പ്യൂട്ടറിലേക്ക് മാത്രം അത് അയച്ചു കൊടുക്കുന്നതിനാൽ എന്താ പറയുക, വേണ്ടാത്ത തിരിച്ചയക്കുക അങ്ങനത്തെ പ്രോസസ്സ് ഹബിലുള്ള പോലത്തെ പ്രോസസ്സ് ഇതിലില്ലാത്തത് കൊണ്ടും ഇവിടെ തിരക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ സ്മൂത്തായിട്ട് നമുക്ക് സന്ദേശങ്ങൾ അയക്കാൻ സാധിക്കുന്നു. പിന്നെ എന്താ, ശൃംഖലയിൽ തിരക്ക് ഉണ്ടാവുന്നില്ല. ഇനി അടുത്തത് റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ വിനിമയ മാധ്യമങ്ങളിലൂടെ വരുന്ന വൈദ്യുത കാന്തിക പ്രകാശ തരംഗങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഉപകരണമാണ് റിപ്പീറ്റർ. ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഹബ് തന്നെ ഹബ് എടുക്കുമ്പോൾ നെറ്റ്വർക്ക് നല്ല നീളത്തിലുള്ള നെറ്റ്വർക്ക് ആണെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണ് ഇതിനൊക്കെ, അല്ലെങ്കിൽ അത് വേണ്ട. ഇപ്പം എന്താ പറയുക, നമ്മൾ നല്ല ഭയങ്കര അകലയിലേക്ക് ഇപ്പം ഇവിടെ നിന്ന് ഒരു നെറ്റ്വർക്കിൻ്റെ കണക്ഷൻ കൊടുക്കണം അറ്റത്തേക്കുള്ളൊരു സ്ഥലം വരെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പറഞ്ഞു, വേണ്ടാത്ത സിഗ്നലുകൾ കയറുന്നത്. അപ്പോൾ നീളം കൂടുന്തോറും അതിൽ വേണ്ടാത്ത സിഗ്നലുകൾ കയറാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പം ഇങ്ങനെ കൂടുമ്പോൾ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരുന്ന ആ ഒരു എന്താ പറയുക ഡാറ്റ ഈ അറ്റം വരെ എത്താനുള്ള ചാൻസ് കുറവാണ് ഈ നോയ്സുകൾ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യണം. ഈ വിവരത്തിന് ഇത്തിരി കൂടി ശക്തിപ്പെടുത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശക്തിപ്പെടുത്താനൊരാൾ വേണം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഡാറ്റ അറ്റം വരെ കൃത്യമായിട്ട് എത്തും. അപ്പം അങ്ങനെയുള്ളൊരു ഉപകരണമാണ് റിപ്പീറ്റർ. അപ്പം അതെന്താ നമുക്ക് ഒന്നുകൂടി വായിക്കാം.
വിനിമയ മാധ്യമത്തിലൂടെ വരുന്ന വൈദ്യുത കാന്തിക പ്രകാശ തരംഗങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഉപകരണമാണ് റിപ്പീറ്റർ. വയേർഡ് മാധ്യമത്തിലൂടെയോ വയർലെസ് മാധ്യമത്തിലൂടെയോ ഡാറ്റയ്ക്ക് പരിമിതമായ ദൂരത്തേക്ക് മാത്രം നമ്മൾ അയക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ ശക്തി ക്ഷയിക്കും. അപ്പം അങ്ങനെ ശക്തി ക്ഷയിക്കാതെ സഞ്ചരിക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ റിപ്പീറ്റർ ഉപയോഗിക്കും. നോയ്സ് കാരണമാണ് ശക്തി ക്ഷയിക്കാൻ കാരണം. അപ്പം അത് ആ തരംഗങ്ങളെ മാറ്റിയിട്ട് എന്താ പറയുക, ശക്തി കൂട്ടി ലക്ഷ്യസ്ഥാനത്തേക്ക് പുനഃസംപ്രേക്ഷണം ചെയ്യുന്ന ഒരു ഉപകരണമാണ് റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സൈഡിൽ കൊടുത്തേക്കണ വയർലെസ് റിപ്പീറ്ററാണ്. അപ്പം എന്താ പറയുക, ഒരു പരിമിത ദൂരത്തേക്ക് നമ്മൾ അയക്കുന്ന ഡാറ്റ പോവുള്ളൂ. പിന്നത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ ശക്തിപ്പെടുത്തണം. നോയ്സുകൾ മാറ്റിയിട്ട് അതിനെ ഇത്തിരി കൂടി എന്താ പറയുക പുനഃസംപ്രേക്ഷണം ചെയ്തിട്ട് അത് അയക്കണം. അപ്പം അതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് റിപ്പീറ്റർ. ഇനി അടുത്ത ഉപകരണമാണ് ബ്രിഡ്ജ്. ഒരു കമ്പ്യൂട്ടർ ശൃംഖലയെ പല വിഭാഗങ്ങളായി വേർതിരിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ്. നിലവിലുള്ള ശൃംഖലയെ പല വിഭാഗങ്ങളായി തരംതിരിക്കുകയും അവയെ ബ്രിഡ്ജ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. ശൃംഖലയിലുള്ള ട്രാഫിക് കുറയ്ക്കുവാൻ ഇത് സഹായിക്കുന്നു. ഒരു ബ്രിഡ്ജിൽ ഡാറ്റ പാക്കറ്റുകൾ എത്തുമ്പോൾ അതിൻ്റെ മേൽവിലാസം പരിശോധിച്ച് ബ്രിഡ്ജിൻ്റെ ഏത് ഭാഗത്ത് ഇവ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കുന്നു. ഇതേ ഭാഗത്തേക്കുള്ള നോഡുകളിലേക്കോ അതോ മറുഭാഗത്തേക്കോ എന്ന്. ഒരു മേഖലയെ പ്രതിനിധാനം ചെയ്യുന്ന ഡാറ്റ പാക്കറ്റുകളെ മാത്രം ആ ഭാഗത്തേക്ക് ബ്രിഡ്ജ് കടത്തിവിടുന്നു. ബാക്കിയുള്ളവ ഒഴിവാക്കുന്നു. ബ്രിഡ്ജ് വഴി കടന്നു പോകുന്ന പാക്കറ്റുകൾ മറ്റു ഭാഗത്തുള്ള എല്ലാ നോഡുകളിലേക്കും പ്രേക്ഷണം ചെയ്യുകയും ലക്ഷ്യത്തിലുള്ള നോഡുകൾ മാത്രം അവ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇപ്പം നമ്മൾ നേരത്തെ ഹബിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഹബ് എല്ലാവർക്കും എല്ലാം അയച്ചു കൊടുക്കുമെന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് കിട്ടുന്ന ആ ഒരു ഡാറ്റ ഈ ബ്രിഡ്ജിൻ്റെ അപ്പുറത്തുള്ളതാണോ ഇപ്പുറത്തുള്ളതാണോ എന്ന് ബ്രിഡ്ജ് മനസ്സിലാക്കിയിട്ട് ആ മേൽവിലാസം കണ്ടുപിടിച്ച് ആ ഭാഗത്തേക്കുള്ള ഡാറ്റ മാത്രം അയച്ചു കൊടുക്കുന്നു. അപ്പം ഇങ്ങനെ ഇതിൽ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉപകരണമാണ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ശൃംഖലയെ പല വിഭാഗങ്ങളായിട്ട് വേർതിരിക്കാൻ ഉപയോഗിക്കണം. അപ്പം അത് 2 പാർട്ടായിട്ട് തിരിച്ച് പിന്നെ നടുക്ക് ഈ ബ്രിഡ്ജ് ഉള്ളത് കൊണ്ട് ട്രാഫിക് കുറയ്ക്കാനായിട്ട് സാധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഈ ഹബിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഹബിൽ എങ്ങനെയാണ് എല്ലായിടത്തും എല്ലാ ഡാറ്റ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ കിട്ടുന്ന ഡാറ്റേനെ ബ്രിഡ്ജ് വഴി വേർതിരിച്ച് എന്താ പറയുക ഏത് പാർട്ടിലേക്കാണ് അയക്കേണ്ടത് അങ്ങോട്ടേക്ക് മാത്രം അയക്കുമ്പോൾ അത്രയ്ക്ക് തിരക്ക് കുറഞ്ഞു കിട്ടും. അടുത്തത് റൂട്ടർ അല്ലെങ്കിൽ റൗട്ടർ. ഇങ്ങനെ രണ്ടും വായിക്കുവേ. ഒരേ വിഭാഗത്തിൽപ്പെട്ടതും ഒരേപോലെയുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ ഉള്ളതുമായിട്ടുള്ള 2 ശൃംഖലയെ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് റൂട്ടർ. പിന്നെ ഡാറ്റയ്ക്ക് സഞ്ചരിക്കാൻ ആവശ്യമായ വിശദമായ പാത കണ്ടെത്തുന്നതിനും അങ്ങനെ ശൃംഖലയിലെ ട്രാഫിക്കിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും ഇവയ്ക്ക് കഴിയുന്നു. ബ്രിഡ്ജിൻ്റെ പ്രവർത്തന രീതികളോട് വളരെ സാമ്യം ഉണ്ടെങ്കിലും ഇവയ്ക്ക് അതിനേക്കാൾ കഴിവുണ്ട്. റൂട്ടറിൻ്റെ ഉപകരണത്തിന് മേൽവിലാസവും ശൃംഖലയിലെ വിലാസവും പരിശോധിക്കാനുള്ള കഴിവിനോടൊപ്പം അൽഗോരിതം ഉപയോഗിച്ച് ഏറ്റവും ഉചിതമായ പാതയിലൂടെ പാക്കറ്റുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാനും കഴിയും. അപ്പോൾ ഇതിൽ അൽഗോരിതം ഉണ്ട് എന്നുള്ള ഒരു കീവേഡ് ഓർക്കുക. പിന്നെ റൗട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരേപോലത്തെ നെറ്റ്വർക്ക്, അതായത് ആ നെറ്റ്വർക്ക് ഉപകരണങ്ങളും എല്ലാനും ഒരേ റൂൾസ് ഫോളോ ചെയ്യണതും പിന്നെ ഒരേ ടൈപ്പിലുള്ളതും അങ്ങനെ എല്ലാനും ഒരേപോലത്തെ എന്ന് വരുന്നതാണെങ്കിൽ അതിൽ നമുക്ക് റൗട്ടർ എന്നും പറയാം. പിന്നെന്താ, ബ്രിഡ്ജിൻ്റെ പ്രവർത്തന രീതികളോട് സാമ്യം. ബ്രിഡ്ജിൽ നമ്മൾ പറഞ്ഞു എങ്ങോട്ടാണ് പോകേണ്ടത് അങ്ങോട്ടേക്ക് വിടാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് പറഞ്ഞു. അതിനോട് സാമ്യം ഉണ്ടെങ്കിലും ഇതിൽ കുറച്ച് അൽഗോരിതം ഉണ്ട്. അതനുസരിച്ചിട്ട് കൃത്യമായിട്ട് വിലാസവും ശൃംഖലയുടെ വിലാസവും ഒക്കെ പരിശോധിച്ചിട്ട് എന്താ പറയുക അത് കൃത്യമായിട്ട് ആ പാക്കറ്റുകൾ ഏറ്റവും സിംപ്ലസ്റ്റ് സ്ഥലത്തിൽ കൂടെ എങ്ങനെ അയക്കാം എന്നുള്ളതൊക്കെ കണ്ടുപിടിച്ച് അയക്കുന്ന ഒരു ഉപകരണമാണ് റൗട്ടർ എന്ന് പറയുന്നത്. ഇനി ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ എന്താ, വിവിധ തരത്തിലും പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന ശൃംഖലകളെ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നതാണ് ഗേറ്റ് വേ. ഇപ്പം നമ്മൾ പറഞ്ഞ റൗട്ടർ എങ്ങനെയാണ്, റൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ വിഭാഗത്തിൽപ്പെട്ടതും ഒരേപോലെയുള്ള പെരുമാറ്റച്ചട്ടങ്ങളും എല്ലാം സെയിം
ഇവിടെ എങ്ങനെയല്ല, വിവിധ തരത്തിലുള്ള പ്രോട്ടോക്കോളിൽ പ്രവർത്തിക്കുന്ന, അതായത് എല്ലാം വ്യത്യസ്തമായിട്ട് വരുന്ന ശൃംഖലയെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഗേറ്റ്വേ എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാ, ഒരു തരത്തിലുള്ള പ്രോട്ടോക്കോളിനെ മറ്റൊരു തരത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നു. അപ്പം രണ്ട് വ്യത്യസ്ത റൂൾസാണ് ഫോളോ ചെയ്യണമെങ്കിൽ എന്താ, ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു ട്രാൻസ്ലേറ്റിംഗ് സംവിധാനം വേണം. എന്നാലാണ് അതിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, ട്രാൻസ്ലേറ്റർ ആയിട്ട് ഈ ഗേറ്റ്വേ നിലകൊള്ളുന്നു. അപ്പോൾ ഒരു ശൃംഖലയിൽ നിന്ന് മറ്റൊരു ശൃംഖലയിലേക്കുള്ള പ്രവേശന കവാടമായിട്ട് ഇത് നിലകൊള്ളുന്നു. പിന്നെന്താ, റൂട്ടറിന് സമാനമായ പ്രവർത്തന രീതിയാണ് ഇവയ്ക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലെങ്കിലും ഉപകരണത്തിൻ്റെ ശൃംഖലയിലേക്കുള്ള വിലാസം പരിശോധിക്കുകയും അൽഗോരിതത്തിൻ്റെ സഹായത്താൽ ഉചിതമായ പാക്കറ്റുകൾ സ്വീകരിക്കുകയും ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയും ചെയ്യുന്നു. പിന്നെന്താ, ഇതിൽ വ്യത്യാസമായിട്ട് പറയണത്, വ്യത്യസ്തമായ പ്രോട്ടോക്കോളുള്ള ശൃംഖലകൾ തമ്മിലൊരു പരസ്പര ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ ഒരു ഗേറ്റ്വേക്ക് ശൃംഖലയുടെ വിലാസഘടനയെക്കുറിച്ച് ശരിയായ ധാരണ ഉള്ളതിനാൽ തടസ്സമില്ലാതെ തുടർച്ചയായ പാക്കറ്റുകളുടെ ശൃംഖലകളെ നോഡുകൾക്കിടയിൽ കൈമാറ്റം ചെയ്യാനായിട്ട് കഴിവുണ്ട്. അപ്പോൾ ഇതിലെന്താ, ട്രാൻസ്ലേറ്റർ വരും നമ്മുടെ ഗേറ്റ്വേയിൽ. ഇതിൽ നമ്മുടെ റൗട്ടറിലാണെങ്കിൽ അൽഗോരിതം, ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ശൃംഖലകളാക്കി വേർതിരിക്കുന്നത്, റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പുനഃസംപ്രേക്ഷണം ചെയ്ത് ശക്തി കൂട്ടാനായിട്ടുള്ള സംവിധാനം, സ്വിച്ച് എന്ന് പറഞ്ഞാൽ AI സഹായത്തോടു കൂടി കൃത്യമായിട്ട് എന്താ പറയുക സെൻറ്ററെ കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് ഡാറ്റ അയക്കുന്നത്, ഹബ്ബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റും ഏറ്റവും ചീപ്പും ആയിട്ടുള്ള ഒരു ഉപകരണമാണ് ഹബ്ബ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പിന്നെ വേറൊരെണ്ണം കൂടി പറഞ്ഞാൽ നമ്മൾ NIC, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. ഇത്രയാണ് നമ്മുടെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. കമ്പ്യൂട്ടറും വിനിമയ മാധ്യമങ്ങളും തമ്മിലുള്ള ഒരു സമ്പർക്ക മുഖമായിട്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഡാറ്റ ടെർമിനൽ ഉപകരണങ്ങൾ, അതായത് കമ്പ്യൂട്ടറിലേക്കും പുറത്തേക്കുമുള്ള ഈ ഡാറ്റയുടെ ഒഴുക്കിനെ കൺട്രോൾ ചെയ്യുന്ന കുറച്ച് ഉപകരണങ്ങളുണ്ട്. അതിനെയാണ് ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡാറ്റ ടെർമിനൽ ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ഈ ഉപകരണങ്ങൾ ടെലികമ്മ്യൂണിക്കേഷൻ ലിങ്കുമായി സംപ്രേക്ഷണ മാധ്യമത്തിൻ്റെ അഗ്രഭാഗത്ത് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇതിൽ മെയിനായിട്ട് പറയാനാണ് നമ്മുടെ മോഡമും പിന്നെ മൾട്ടിപ്ലെക്സറും. മോഡം എന്ന് പറയുന്നത് ടെലിഫോൺ ലൈൻ ഉപയോഗിച്ച് കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിനിമയം നടത്താൻ സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് മോഡം. മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് മോഡം. കമ്പ്യൂട്ടറിൽ നിന്ന് സ്വീകരിക്കുന്ന ഡിജിറ്റൽ സിഗ്നലിനെ ടെലിഫോൺ ലൈനിലൂടെ കടന്നു പോകുവാനായി അനലോഗ് സിഗ്നലാക്കി മാറ്റുന്നു. അതിനെ നമ്മൾ മോഡുലേഷൻ എന്ന് പറയും. അതോടൊപ്പം തന്നെ ടെലിഫോണിൽ ലൈൻ വഴി വരുന്ന അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലാക്കി പരിവർത്തനം ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നു. ഇതിനെ നമ്മൾ ഡീമോഡുലേഷൻ എന്ന് പറയും. ടെലിഫോൺ ലൈൻ വഴി വിവരങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ വേഗതയുടെ അടിസ്ഥാനമാക്കിയിട്ടാണ് മോഡത്തിൻ്റെ വേഗത നിർണ്ണയിക്കുന്നത്. മോഡത്തിൻ്റെ വേഗത അളക്കുന്നത് ബിറ്റ്സ് പെർ സെക്കൻഡിൽ ആണ്. ഇതേ കണ്ടോ, ഈ ഒരു പിക്ചർ നോക്കാം. ഈ അറ്റത്ത് കമ്പ്യൂട്ടറും നടുക്ക് മോഡം, ഇപ്പുറത്ത് നമ്മുടെ ടെലിഫോൺ ലൈൻ വഴിയുള്ള ആ ഒരു ലൈനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ സിഗ്നലായിട്ടായിരിക്കും കമ്പ്യൂട്ടറിൽ വരിക. ഇത് മോഡ് ഉപയോഗിച്ച് അനലോഗാക്കി മാറ്റും. അനലോഗാക്കി മാറ്റിയത് ഇനി വേറൊരു കമ്പ്യൂട്ടറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതേ ടെലിഫോൺ ലൈൻ യൂസ് ചെയ്തിട്ട് ആ അനലോഗ് സിഗ്നലിനെ മോഡം യൂസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, ഡിജിറ്റലാക്കി മാറ്റും. അപ്പം ഇങ്ങനെ മോഡുലേറ്റും ഡീമോഡുലേറ്റും ചെയ്യുന്ന. മോഡുലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റലിനെ അനലോഗാക്കി മാറ്റുന്നത്. നേരെ തിരിച്ച് അനലോഗിനെ ഡിജിറ്റലാക്കി മാറ്റുന്നതിന് ഡീമോഡുലേഷൻ. ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നതിനെയാണ് മോഡം എന്ന് പറയുന്നത്. ഇത് അളക്കുന്ന വേഗത ബിറ്റ്സ് പെർ സെക്കൻഡാണ്. ഇനി മൾട്ടിപ്ലക്സർ, ഡീമൾട്ടിപ്ലക്സർ. ഒറ്റ കേബിൾ ഉപയോഗിച്ച് 200 അതിലധികമോ ചാനലുകളെ കൈകാര്യം ചെയ്യുന്നതിനെ നമുക്ക് മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയാം. ഇതേ രീതിയിൽ ശൃംഖലയിലുള്ള ഡാറ്റയെ കൈമാറ്റം ചെയ്യാൻ സാധിക്കും. അതായത് ഒരു ഭൗതിക മാധ്യമത്തിലൂടെ ഒന്നിലേറെ തരംഗങ്ങളെ സംയോജിച്ച് സങ്കീർണ്ണയേറിയ ഒറ്റ തരംഗമാക്കി മാറ്റിയിട്ട് ഒരേ സമയം കടത്തിവിടുന്നതിന് മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയും. മറുഭാഗത്ത് ഈ തരംഗങ്ങളെ വിഘടിപ്പിച്ചിട്ട്
പ്രത്യേക തരംഗങ്ങളാക്കി മാറ്റുന്നതിനെ ഡീമൾട്ടിപ്ലെക്സിംഗ് എന്നും പറയും. കണ്ടോ, ഒറ്റ സിഗ്നൽ ആക്കിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സിഗ്നലുകളെയും കൂടി ചേർത്ത് ഒരൊറ്റ ശക്തിയേറിയ ഇതാക്കി മാറ്റിയിട്ട് അതിനെ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയും. അതിനെ തിരിച്ച് നമുക്ക് വേണ്ട രീതിയിലേക്കാക്കി മാറ്റുന്നതിന് ഡീമൾട്ടിപ്ലെക്സിംഗ് എന്നും പറയും. ഇതാണ് ടെർമിനൽ ഉപകരണങ്ങൾ എന്ന് പറയും. ഇനി അടുത്തത് നെറ്റ്വർക്ക് ടോപ്പോളജികളാണ്. ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഒരു രൂപഘടനയുണ്ട്. ആ രൂപഘടന അനുസരിച്ചിട്ട് നമുക്ക് എന്താ പറയുക, ഇതേപോലെ നെറ്റ്വർക്കിനെ ബന്ധിപ്പിക്കാം. അതെന്താണെന്ന് നമുക്ക് പറയാം. ആദ്യം 10 കമ്പ്യൂട്ടറുകൾ അടങ്ങിയ ഒരു ശൃംഖല രൂപകൽപ്പന ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ ഇവയെ നമുക്ക് എങ്ങനെയൊക്കെ ബന്ധിപ്പിക്കാം എന്നാണ് ഇതിൽ ചോദിക്കുന്നത്. ലഭ്യമായ മാധ്യമങ്ങളും ചില നിബന്ധനകളും വഴി നമുക്ക് അവയെ ചില വിധത്തിൽ ബന്ധിപ്പിക്കാം. ഭൗതികമായ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ചു ശൃംഖല രൂപകൽപ്പന ചെയ്യുന്ന രീതിയെ ടോപ്പോളജി എന്ന് പറയുന്നു. ബസ്, റിംഗ്, സ്റ്റാർ, മെഷ് എന്നിവയാണ് പ്രധാന ടോപ്പോളജികൾ. ഇനി ബസ് ടോപ്പോളജി. ബസ് ടോപ്പോളജിയിലെ പ്രധാന കേബിളായ ബസ്സിലേക്ക് നോഡുകളെ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഒരു നോഡിന് ഡാറ്റ അയക്കണമെങ്കിൽ അത് ബസ്സിലേക്ക് അയക്കുന്നു. ബസ് എല്ലാ ഭാഗത്തേക്കും ഈ ഡാറ്റ എത്തിച്ചേരുന്നു. എല്ലാ നോഡുകളും ബസ്സിൽ വരുന്ന ഡാറ്റയെ പരിശോധിക്കുന്നു. ഏത് നോഡിലേക്കാണോ ഡാറ്റ അയച്ചിരിക്കുന്നത് അത് ഡാറ്റയെ സ്വീകരിക്കുന്നു. ബസ്സിൻ്റെ അഗ്രഭാഗങ്ങളിൽ ഒരു ചെറിയ ഉപകരണമായിട്ടുള്ള ടെർമിനേറ്റർ ഘടിപ്പിച്ചിരിക്കുന്നു. തരംഗങ്ങൾ ബസ്സിൻ്റെ അഗ്രഭാഗത്ത് എത്തിയാൽ അവയെ ടെർമിനേറ്റർ ആഗിരണം ചെയ്ത് നീക്കം ചെയ്യുന്നു. ഈ അവസരത്തിൽ ബസ് അടുത്ത തരംഗങ്ങളെ വഹിക്കുവാൻ പൂർണ്ണമായി സജ്ജമായി തീരുന്നു. കേബിളിലേക്കുള്ള തരംഗങ്ങളുടെ പ്രതിഫലനം ഒഴിവാക്കുവാനും തരംഗങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്ന സാഹചര്യം ഒഴിവാക്കാനും ഇതിനാൽ സാധ്യമാകുന്നു. ഒരു നോഡിൽ നിന്നും മറ്റെല്ലാ നോഡിലേക്കും തരംഗങ്ങൾ അയക്കുന്നതിനെ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നു. അപ്പം എന്താണ്, ഒരു നോഡിൽ നിന്നും മറ്റെല്ലാ നോഡുകളിലേക്കും ഇങ്ങനെ അയക്കാനായിട്ട് നടുക്ക് കണ്ട ഒരു കടുത്ത വരയില്ലേ, അതാണ് ബസ് എന്ന് പറയുന്നത്. ഈ ബസ്സായിട്ട് എല്ലാ കമ്പ്യൂട്ടറുകളും തമ്മിൽ കണക്റ്റ് ആയിട്ടുണ്ടാവും. ഈ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന വിവരം ബസ്സിലേക്ക് അയക്കുന്നു. ബസ് വഴി അത് വേണ്ട മറ്റ് കമ്പ്യൂട്ടറിലേക്ക്, അത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നോഡ് എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഉപകരണവും നമുക്ക് നോഡ് എന്ന് പറയല്ല, പ്രിൻ്ററോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ അങ്ങോട്ടേക്ക് അയക്കുന്നു. അപ്പോൾ ഇങ്ങനെ അയക്കണേന് നമ്മൾ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയും. പിന്നെ ഈ ബസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരൊറ്റ വയറാണെന്ന് പറഞ്ഞല്ല. അപ്പോൾ ഇതിന് എൻഡിങ്ങും ടെയിൽ എൻഡും അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങുമായിട്ട് 2 എൻഡ് ഉണ്ടാവുമല്ലോ. ആ ഈ 2 എൻഡിലും ഈ തരംഗങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് ടെർമിനേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർട്ടുണ്ട്. ഇത് കണ്ടോ, ഈ പിക്ചറിൽ കണ്ടോ ടെർമിനേറ്റർ. അപ്പോൾ ഈ ടെർമിനേറ്ററിൻ്റെ ചുമതല എന്താണെന്ന് പറഞ്ഞാൽ ഈ വരുന്ന സിഗ്നലുകളുടെ യൂസിങ് കഴിഞ്ഞാൽ അതിനെ നശിപ്പിച്ച് കളയും. എൻഡിങ്ങിൽ അത് കളയും. അങ്ങനെ കളഞ്ഞാലാണ് പുതിയ സിഗ്നലിനെ സ്വീകരിക്കാനായിട്ട് ബസ്സിനുള്ള ആ ഒരു ശേഷി വീണ്ടും കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ടെർമിനേറ്ററിൻ്റെ ചുമതല. അപ്പോൾ ഇതാണ് ബസ് ടോപ്പോളജി. ഇങ്ങനെ ഒരു വയറ് ആ വയറിലേക്ക് കണക്ട് ചെയ്ത് പോകും. അപ്പോൾ ഇതിൻ്റെ സവിശേഷതകൾ എന്താ? അനായാസമായി സ്ഥാപിക്കാം. ഇവ നിർമ്മിക്കാൻ വളരെ കുറച്ച് കേബിളുകൾ ഉപയോഗിക്കുന്നതിനാൽ ചെലവ് കുറവാണ്. ഒരു നോഡിൻ്റെ തകരാറും നമ്മുടെ ശൃംഖലയെ ബാധിക്കുന്നില്ല. പിന്നെ ബസ്സിൻ്റെയോ അല്ലെങ്കിൽ ടെർമിനേറ്ററിൻ്റെയോ തകരാറ് ശൃംഖലയെ മൊത്തമായിട്ട് ബാധിക്കും. പിന്നെന്താ, തകരാറ് കണ്ടെത്തുക പ്രയാസമാണ്. എവിടെയാണ് അതിന് ഇറർ സംഭവിച്ചത്, അത് ഏത് വയറിനാണ്, അപ്പോൾ ഏത് വയറിനാണെങ്കിൽ മാറ്റണം, അത് കണ്ടുപിടിക്കാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ടാണ്. ഒരു നോഡിന് മാത്രമേ ഒരു സമയത്ത് ഡാറ്റ അയക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ അയക്കുന്ന ഡാറ്റ ഒരു സമയം ഒരാൾക്ക് മാത്രമേ അയക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്തത് സ്റ്റാർ ടോപ്പോളജി. ഒരു ഷേപ്പ് ഒരു സ്റ്റാറിൻ്റെ പോലെയല്ലേ, അപ്പം അതുകൊണ്ടാണ് സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജിയുടെ ഇതെന്താണെന്ന് വെച്ചാൽ നടുക്ക് ഒരു ഹബ്ബ് ഉണ്ടാവും. അപ്പം എന്താണ്, ഓരോ നോഡും ഒരു ഹബ്ബിലേക്ക് അല്ലെങ്കിൽ സ്വിച്ചിലേക്ക് നേരിട്ട് ബന്ധിപ്പിക്കും. ഇതിലേതെങ്കിലും ഒരു നോഡിന് ഡാറ്റ അയക്കണമെങ്കിൽ അത് സ്വിച്ചിലേക്കോ അല്ലെങ്കിൽ ഹബ്ബിലേക്കോ, ആ നടുക്കുള്ള സ്വിച്ച് അല്ലെങ്കിൽ ഹബ്ബാവാം, അതിലേക്ക് അയച്ചിട്ട് ഹബ്ബിൻ്റെ കാര്യത്തിൽ ഈ തരംഗങ്ങളെ എല്ലാ നോഡിലേക്കും സംരക്ഷണം ചെയ്യുന്നു. ഉദ്ദേശിച്ച നോഡുകൾക്ക് മാത്രം അവയെ സ്വീകരിക്കുകയും ചെയ്യുന്നു. സ്വിച്ചിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതെന്താ, ഉദ്ദേശിച്ച നോഡിലേക്ക് മാറ്റും. ഹബ്ബാണെങ്കിൽ എല്ലാത്തിലും അയക്കും. അത് അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ നടുക്കാണ് നമ്മുടെ സ്വിച്ച് അല്ലെങ്കിൽ ഹബ്ബ് ഉണ്ടാവും, അതിലേക്കാണ് എല്ലാത്തിനെയും കണക്ട് ചെയ്യുന്നത്. ബസ്സാണെങ്കിൽ ഒരു വലിയ വയർ അതിലേക്ക് കണക്റ്റ് ആവും. ഇതിലങ്ങനെയല്ല,
ഒരു ഹബിലേക്ക് വെച്ചിട്ട് അതിലേക്കെല്ലാം കണക്റ്റ് ആവും. ഇങ്ങനെ സവിശേഷതകൾ നമുക്ക് നോക്കാം. ബസ് ടോപ്പോളജി അപേക്ഷിച്ച് പ്രായോഗികക്ഷമത കൂടുതലാണ്. അനായാസമായിട്ട് സ്ഥാപിക്കാം. തകരാറ് കണ്ടെത്തുക എളുപ്പമാണ്. അപ്പോൾ ഹബ്ബും സ്വിച്ചൊക്കെ ഉള്ളത് കൊണ്ട് എങ്ങോട്ടാണ് പോയത്, എവിടെ എത്തിയപ്പോഴാണ് ഇറർ എന്നൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ കേന്ദ്രസ്ഥാനത്തുള്ള ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ചിൻ്റെ ബന്ധിപ്പിച്ചിട്ടുള്ള കഴിവ് അനുസരിച്ച് ശൃംഖലയിലെ നോഡുകളെ കൂട്ടിച്ചേർത്ത് പിന്നെ നമുക്ക് ശൃംഖല വിപുലീകരിക്കാം. ഇതിലേക്ക് വീണ്ടും നമുക്ക് ആ ഒരു ഇതിൻ്റെ എത്രത്തോളം ഇതിനെ ബന്ധിപ്പിക്കാൻ സാധിക്കും എന്നനുസരിച്ചിട്ട് നമുക്കിതിനെ സ്കെയിലബിൾ ആക്കാൻ സാധിക്കും. ഇനി ഹബിനോ സ്വിച്ചിനോ തകരാറുണ്ടായിക്കഴിഞ്ഞാൽ ടോട്ടലി ശൃംഖലയെ ബാധിക്കും. ശരിയല്ലേ? സെൻട്രലായിട്ട് നിൽക്കുകയാണ് ഹബോ അല്ലെങ്കിൽ സ്വിച്ചോ. അപ്പം അതിനെന്തെങ്കിലും പ്രശ്നം വന്നാൽ ടോട്ടൽ ആ നെറ്റ്വർക്കിനെ ബാധിക്കും. പിന്നെ ഇതിനെ നമുക്ക് ശൃംഖല നിർമ്മിക്കാനായിട്ട് ബസ് ടോപ്പോളജിനേക്കാൾ കൂടുതൽ വയറുകളൊക്കെ ആവശ്യമാണ്. ഇനി അടുത്തത് റിംഗ് ടോപ്പോളജി. റിംഗ് ആ ഒരു ഷേപ്പ് ഓർക്കുക, റിംഗ് ആയിട്ട്. റിംഗ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ നോഡുകളെ കേബിൾ ഉപയോഗിച്ച് വൃത്താകൃതിയിലാണ് ബന്ധിപ്പിക്കുന്നത്. തുടക്കമോ അവസാനമോ ഇല്ലാത്തതിനാൽ ഇതിൽ ടെർമിനേറ്ററിൻ്റെ ആവശ്യമില്ല. ടെർമിനേറ്റർ നമ്മൾ ബസ്സിൽ പഠിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു അവസാനിപ്പിക്കാനും തുടങ്ങാനും ഒരു ടെർമിനേറ്ററിൻ്റെ ആവശ്യമില്ല. പിന്നെ ഒരു ദിശയിലേക്ക് മാത്രമായിരിക്കും ഒരു സമയം ഡാറ്റ സഞ്ചരിക്കുന്നത്. ഒരു നോഡിൽ നിന്നും മറ്റൊരു നോഡിലേക്ക് എത്തുന്ന തരങ്ങളെ പുനരുജ്ജീവിച്ച് അടുത്ത തരത്തിലേക്ക് അയക്കും. നമ്മൾ റിപ്പീറ്ററിൻ്റെ കാര്യം പറഞ്ഞില്ലേ? അപ്പോൾ ആ ഒരു ഡാറ്റേനെ പുനരുജ്ജീവിപ്പിച്ചിട്ട് വേണം അടുത്തതിലേക്ക് എത്തിക്കാൻ. ഉദ്ദേശിച്ച നോഡിൽ എത്തുന്നത് വരെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ആ റിംഗ് ടോപ്പോളജിയുടെ പടം. ഈ നമ്മുടെ ഇതിൻ്റെ സവിശേഷതകൾ വെച്ചാൽ ഓരോ നോഡും തരംഗങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനാൽ തരംഗങ്ങളെ പിന്നെ ഓരോ നോഡിനും ഈ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവം ഉള്ളതിനാൽ ഇതിൻ്റെ അകത്തേക്ക് ഒരു റിപ്പീറ്ററിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ റിപ്പീറ്ററിൻ്റെ കാര്യം പറഞ്ഞ പോലെ എന്ന് പറയാൻ കാരണം പുനഃസംരക്ഷണം എന്നുള്ള ആ വാക്ക് കിട്ടാനാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ ആവശ്യം റിംഗ് ടോപ്പോളജിക്ക് വേണ്ട. പിന്നെ വളരെ കുറച്ച് മാത്രം കേബിൾ ഉപയോഗിക്കുന്നതിൽ ചിലവ് കുറവാണ്. വളരെ കുറച്ച് കേബിൾ മതി. പിന്നെ ഒരു നോഡ് തകരാറിലായി കഴിഞ്ഞാൽ ആ ശൃംഖല മൊത്തം, അതായത് ഇങ്ങനെ റിംഗ് ആയിട്ടല്ലേ ഇരിക്കുന്നത്, അപ്പോൾ ഒരെണ്ണം പോയാൽ ആ ഫുൾ ശൃംഖലേനെ ബാധിക്കും. പിന്നെ ഇതിലേക്ക് പുതിയൊരു നോഡിനെ കൂട്ടിച്ചേർക്കാൻ പ്രയാസമായിരിക്കും. ഇനി അടുത്തത് മെഷ്. മെഷ് എന്ന് പറഞ്ഞൊരു വല പോലെ ഇരിക്കുന്ന ഇതിനെയാണ് നമ്മൾ മെഷ് ടോപ്പോളജി എന്ന് പറയും. മെഷ് ടോപ്പോളജിയിൽ എല്ലാ നോഡുകളും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. പിന്നെന്താ, രണ്ട് നോഡുകൾക്കിടയിൽ ഒന്നിലേറെ പാതകളുണ്ടാവും. ഒരു പാതയിൽ തടസ്സമുണ്ടായാൽ മറ്റു പാതയിലൂടെ നമുക്ക് ഡാറ്റ അയക്കാൻ പറ്റും. ഈ പിക്ചർ കണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എന്താ, രണ്ട് നോഡുകൾക്കിടയിലുള്ള പാത തകരാറിലായാലും ശൃംഖലയ്ക്ക് തകരാറുണ്ടാവുന്നില്ല. പിന്നെന്താ, കൂടുതൽ കേബിൾ വരുന്നതുകൊണ്ട് ചിലവ് കൂടുതലാണ്. പിന്നെ എന്തെങ്കിലും എററൊക്കെ സംഭവിച്ചാൽ അതിനെ കൈകാര്യം ചെയ്യാൻ വളരെ സങ്കീർണമായിട്ട് ഉള്ളതുകൊണ്ട് പ്രയാസമാണ്. ഇനി അടുത്തത്, ഇപ്പം ഇത്ര നേരം നമ്മൾ പറഞ്ഞത് എന്താ, ടോപ്പോളജിയാണ്. ഏത് രീതിയിൽ നമുക്ക് ഏത് ആകൃതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. അതിന് മുമ്പ് നമ്മൾ പഠിച്ചത് നെറ്റ്വർക്കിംഗ് ഉപകരണങ്ങളാണ്. ഇനിയിപ്പം നമുക്ക് പഠിക്കാനുള്ളത് ഇനി ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്. ഈ ഒരു പാർട്ട് ഇപ്പം ഞാൻ പറഞ്ഞ 3 ടോപ്പിക്സും നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ പാർട്ടിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഇതിൽ നിന്നാണ് വരിക. എന്തായാലും ഒരു ക്വസ്റ്റ്യനെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. ഈ 3-ൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കാം. അപ്പോൾ അടുത്തത് നമ്മുടെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്. ഒരു കമ്പ്യൂട്ടർ ശൃംഖല ഭൗമവിസ്തൃതിയിൽ പല അളവുകളായിട്ട് വ്യാപിച്ച് കിടക്കുന്നു. ഇത് വേണമെങ്കിൽ ഒരു മേശയുടെ മുകളിലോ ഒരു റൂമിലോ ഒരു കെട്ടിടത്തിലോ ഒരു നഗരത്തിലോ ഒരു രാജ്യത്തിലോ ഒരു ഭൂഖണ്ഡത്തിലോ ലോകം മുഴുവനോ വ്യാപിച്ച് കിടക്കാം. അപ്പോൾ ഈ വ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ, ഇനി നമ്മൾ എത്രത്തോളം വ്യാപിച്ച് കിടക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് എങ്ങനെ തരംതിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ പാൻ, ലാൻ, മാൻ, വാൻ. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഒരു വ്യക്തിയുടെ പരിധിയിലുള്ള വിനിമയ ഉപകരണങ്ങളുടെ, അതായത് കമ്പ്യൂട്ടർ, മൊബൈൽ, ടാബ്ലറ്റ്, പ്രിൻ്റർ എന്നിവ, ഇവയുടെ ആ ഒരു ശൃംഖലയാണ് നമ്മൾ പാൻ എന്ന് പറയാം. അപ്പോൾ ഒരു വ്യക്തി, ഒരു പേഴ്സണലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, ഇപ്പം നമ്മൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് പ്രിൻറ്റിങ് ചെയ്യുന്ന സംവിധാനമുണ്ട്, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് സഹായിക്കാൻ നമുക്ക് വൈഫൈ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ആ ഒരു അതിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട്
നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ സംവിധാനത്തിൽ നമുക്ക് എന്താ പറയുക, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം. അപ്പോൾ ഇതിൽ കമ്പ്യൂട്ടർ ആവാം, മൊബൈൽ ആവാം, ടാബ്ലറ്റ് ആവാം, പ്രിൻ്റർ ആവാം, ഏതാനും മീറ്റർ വൃത്തപരിധിക്കുള്ളിൽ. അപ്പോൾ ഇന്ന പരിധി എന്ന് വെച്ചാൽ കുറച്ച് മീറ്ററുള്ള ഒരു 10 മീറ്ററിൻ്റെ അണ്ടറിലൊക്കെ വരുന്നത്, ചെറിയൊരു മീറ്റർ പരിധിയിൽ വരുന്നതാണ്. അതായത് പാട്ടൊരു മൊബൈലിൽ നിന്ന് മറ്റു മൊബൈലിലേക്കോ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് MP3 പ്ലെയറിലേക്കോ അയക്കാനൊക്കെ നമ്മൾ പാൻ ശൃംഖല ഉണ്ടാക്കും. അപ്പോൾ ഇതിന് നമുക്ക് USB അല്ലെങ്കിൽ എന്താ പറയുക, ഇൻഫ്രാറെഡ്, ബ്ലൂടൂത്ത് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇനി ലോക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ ഒരു ലാൻ ശൃംഖലയിലെ വിനിമയത്തിനും കമ്പ്യൂട്ടറിനുമുള്ള ഉപകരണങ്ങൾ ഒരു മുറിയിലേക്കോ ഒരു കെട്ടിടത്തിനുള്ളിലോ ഒരു സ്ഥാപനത്തിൻ്റെ പരിധിക്കുള്ളിലോ ആയിരിക്കും ഇത് ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഏതാനും മീറ്ററോ ഏതാനും കിലോമീറ്ററിനോ അകത്ത് വൃത്തപരിധിക്കുള്ളിലായിരിക്കും. ഒരു 10 മീറ്ററും 10 കിലോമീറ്ററിനൊക്കെ അകത്തായിരിക്കും ഇതിൻ്റെ ഒരു പരിധി എന്ന് പറയാം. ഒരു കെട്ടിടത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ ലാൻ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ചില സ്കൂളുകളിൽ ഒരു ലാബിനും ഒരു ലാൻ ശൃംഖല ഉള്ളതുപോലെ ചിലപ്പോൾ ലാൻ അടുത്തടുത്ത കെട്ടിടങ്ങളിൽ വ്യാപിച്ചിരിക്കും. ലാൻ ശൃംഖലയുടെ നിയന്ത്രണവും പരിപാലനവും ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥാപനത്തിൻ്റെയോ ഉടമസ്ഥയിലായിരിക്കും. ഇത് നമുക്ക് UTP കേബിൾ, കോയാക്സിയൽ കേബിൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടോ ഇൻഫ്രാറെഡ് റേഡിയോ തരങ്ങൾ ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് കണക്റ്റഡ് ആക്കാം. പിന്നെ അൺഗൈഡഡ് ആയിട്ട് ഉള്ള മാധ്യമം ഉപയോഗിച്ചിട്ടാണ് ലാൻ യൂസ് ചെയ്യണമെങ്കിൽ, അതായത് നമുക്ക് വയറില്ലാതെയാണെങ്കിൽ അതിനെ നമ്മൾ വയർലെസ് ലാൻ എന്ന് വിളിക്കും. ഇനി അടുത്തത് മാൻ എന്ന് പറഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഇതെന്താ? ഇതൊരു നഗരപരിധിക്കുള്ളിലാണ്. അതായത് ഒരു 100 കിലോമീറ്റർ വരെ ഇത് വ്യാപിച്ച് കിടക്കും. 10 കിലോമീറ്റർ മുതൽ ഒരു 100 കിലോമീറ്റർ വരെ. അപ്പോൾ ലാൻ ശൃംഖലയിലും സ്വകാര്യ കമ്പ്യൂട്ടറുകളിലെയും പരസ്പരം ബന്ധിപ്പിച്ചാണ് മാൻ സ്ഥാപിക്കുന്നത്. എല്ലാവിധ മാധ്യമങ്ങളും ഇതിന് ഉപയോഗിക്കുന്നു. മാനിൻ്റെ ഉടമസ്ഥതയും നിയന്ത്രണവും ഗവൺമെൻറ്റിനോ ഒരു വലിയ സ്ഥാപനത്തിനോ ആയിരിക്കും. കണ്ട, ഒരു മെയിൻ കാര്യാലയം, ആ കാര്യാലയത്തിൻ്റെ അണ്ടറിൽ ഒരു ഉപകേന്ദ്രം, വ്യവസായശാല, ഓഫീസ്, ഇത് ഇങ്ങനെ കണ്ട 20 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 160 കിലോമീറ്റർ, ഒരു 200 ആ ഒരു റേഞ്ചിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഇതിനെ നമുക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. ഇപ്പം നമ്മൾ പോലീസ് സ്റ്റേഷൻ, ഒരു സെൻട്രൽ പോലീസ് സ്റ്റേഷൻ്റെ അണ്ടറിൽ ചെറിയ മിനി പോലീസ് സ്റ്റേഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് സിറ്റി പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് മെട്രോപൊളിറ്റൻ എക്സാമ്പിളായിട്ട് പറയാം. ഇനി വൈഡ് ഏരിയ നെറ്റ്വർക്ക്, അതായത് നമ്മുടെ ഇൻ്റർനെറ്റാണ് അതിന് ബെസ്റ്റ് എക്സാമ്പിൾ. അപ്പം എന്താ പറയുക, പല നഗരങ്ങളെയും രാജ്യങ്ങളെയും ഭൂഖണ്ഡങ്ങളെയും വ്യാപിച്ചു കിടക്കുന്ന വിവരങ്ങൾ, അതായത് 100 കിലോമീറ്റർ പരിധിക്ക് അപ്പുറം, ഒരു 100-200 കിലോമീറ്ററിൻ്റെ അണ്ടറിലാണ് മാൻ എന്ന് പറയുന്നത്. അതിനപ്പുറം വരുന്നതിന് നമ്മൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നു. ഇതിനെ സ്വകാര്യ കമ്പ്യൂട്ടറുകൾ, ലാൻ, മാൻ കൂടാതെ മറ്റു വാനുകൾ ഇതിൽ അംഗങ്ങളായിരിക്കും. എല്ലാ തരത്തിലുള്ള വിനിമയ മാധ്യമങ്ങളും, ഇത് എന്ത് വേണമെങ്കിലും മാധ്യമങ്ങളിൽ വരാം. ഗൈഡഡ് ആവാം, അൺഗൈഡഡ് ആവാം. പിന്നെ ഈ നെറ്റ്വർക്കായിട്ട് നമ്മൾ പഠിച്ച എല്ലാ സാധനങ്ങളും വരുന്നൊരു സംഭവമാണ് നമ്മൾ വാൻ എന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇൻ്റർനെറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ വാനായിട്ടാണ് നമ്മൾ ഇൻ്റർനെറ്റിനെ കണക്കാക്കുന്നത്. രാജ്യത്തിനുള്ളിലും വിവിധ ഭൂഖണ്ഡങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ATM ശൃംഖല, ബാങ്ക് ശൃംഖല, ഗവൺമെൻറ്റിൻ്റെയും അന്താരാഷ്ട്ര സംഘടനകളുടെയും ശൃംഖലകൾ, ഇതൊക്കെ വാനിന് എക്സാമ്പിളാണ്. അതെ, ഇനി ഇതിൻ്റെ അണ്ടറിലൊരു പട്ടിക വന്നിട്ടുണ്ട്. എന്താ? പാൻ, ചെറിയ വിസ്തീർണത്തിൽ 10 മീറ്റർ വൃത്തപരിധിക്ക് അതിൽ, അതുകൊണ്ട് തന്നെ പരിധി കുറവായതുകൊണ്ട് സ്പീഡ് കുറവായിരിക്കും, സ്ഥാപിക്കാനുള്ള ചിലവ് കുറവായിരിക്കും. ലാൻ ആണെങ്കിൽ 10 കിലോമീറ്റർ വൃത്തപരിധിക്കുള്ളിൽ വേഗം, അതും കുഴപ്പമില്ല, ചിലവും കുഴപ്പമില്ല. ഇനി മാൻ ആണെങ്കിൽ 100 കിലോമീറ്റർ വൃത്തപരിധിക്ക് അണ്ടറിൽ വരുന്നതാണ്. കുറച്ച് കുഴപ്പമില്ലാത്ത, അതായത് നമ്മൾ ലാനിനെ അപേക്ഷിച്ച് കുറവായിരിക്കും, ഒരു വേഗത ഉണ്ടാവും. ഇനി ചിലവും അതേപോലെ ലാനിനേക്കാൾ ചിലവ് കൂടുതലായിരിക്കും സ്ഥാപിക്കാൻ. ഇനി വാൻ എന്ന് പറയുമ്പോൾ എന്താ, രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളിലും ലോകമാകമാനമായിട്ടും ആയതുകൊണ്ട് വേഗത കുറവായിരിക്കും, ചിലവും കൂടുതലായിരിക്കും. ഇനി അടുത്തുള്ളത് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നമുക്ക് കൂട്ടിക്കലർത്തണ്ട. അപ്പം ഇന്നത്തേക്ക് തൽക്കാലം ഇത് മതി. നമ്മൾ 3 വളരെ മെയിനായിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് പറഞ്ഞത്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനെങ്കിലും എന്തായാലും ചോദിച്ചിരിക്കും. ബാക്കി ഇപ്പം നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളതിൽ ചോദിക്കാതിരിക്കാം എന്ന്
പറയുന്നത് പോലെ ആണെങ്കിൽ ഇതിൽ ചോദിക്കും. ഇതിൽ 3 ഒരെണ്ണം എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മുടെ ഈ ഹബ്ബ് സ്വിച്ച് ആ ഒരു ഏരിയയില്ലേ, അതിൽ നിന്നും ആണിപ്പോൾ കൂടുതൽ ഇപ്പോൾ ഒരു ട്രെൻഡ് അതിലാണ് പിടിച്ച് നിൽക്കുന്നത്. അത് മാറ്റാം, എന്നാലും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിച്ചിരിക്കും. അപ്പം വളരെ ശ്രദ്ധിച്ച് ടെക്സ്റ്റ് ബുക്ക് ഒന്നും കൂടി നോക്കണം. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിലൊരു ക്രേസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളത് 2-3 ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്തിടാം. അപ്പോൾ അതൊന്ന് നോക്കണം. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു.